നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരാണ് ഈ മുക്കുവൻ? എന്താണ് ഈ മുക്കുവൻ്റെ ജോലി? ശരിക്കും നമ്മുടെ മനസ്സിൽ ഒരു എപ്പോഴും ധ്യാനിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കഥാപാത്രങ്ങളാണ് മുക്കുവന്മാരെന്ന് പറയുന്നത്. കാരണം നമ്മൾ നോക്കുമ്പോൾ കടലിൻ്റെ മക്കൾ എന്നിവരെ വിളിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന ജോലി വളരെ സാഹസികത നിറഞ്ഞതാണ്. പക്ഷെ മുക്കുവൻ എന്ന വാക്കിന് പലരും കൊടുക്കുന്നു മീൻ പിടിക്കാൻ പോകുന്നവർ എന്നാണ്. പക്ഷേ മുക്കുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്നവരാണ് മുക്കുവന്മാരെ. കാരണം കടലിൻ്റെ സ്വഭാവം ഏത് സമയത്തും മാറാവുന്നതാണ്. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് അത് മാറും. അപ്പം അതനുസരിച്ച് കൊണ്ട് കടലിലെ ചാകരയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെയും മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു മുക്കുവൻ എന്ന വാക്കുകൊണ്ട്, പദം കൊണ്ട് ഇത്രമാത്രം അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ജീവിതത്തെ വിജയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ബൈബിളിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു മുക്കുവന് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ശിമയോൻ എന്നായിരുന്നു അവൻ്റെ പേര്. ഈശോ അവന് വന്ന് കടലിൻ്റെ തീരത്ത് വെച്ച് വിളിക്കുമ്പോൾ അവൻ ആ സമയത്ത് കടലിൻ്റെ തീരത്തിരുന്ന് അവൻ്റെ ആ വലയും അവൻ്റെ കൊച്ചു വഞ്ചിയും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവനും ഒരു മുക്കുവനാണ് അവൻ. അവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ആ വഞ്ചിയും ആ വലയും തന്നെയാണ്. എന്നിട്ടും ഈശോ വിളിച്ചപ്പോൾ ആ വഞ്ചിയും വലയും അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവനറിയാം വിളിക്കുന്നവൻ ആരാണെന്നറിയാം. പക്ഷേ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ, ചില നിമിഷങ്ങളിൽ അവൻ ആ വഞ്ചിയും വലയും ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ശൂന്യമായ വഞ്ചിയും ഈ ശൂന്യമായ വലയുമായി തിരിച്ചു വരുന്നതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ സ്വീകരിക്കാൻ എളുപ്പമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപേക്ഷിച്ച് വലയും വഞ്ചിയൊക്കെ എന്നും ശൂന്യമായി തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഈശോ വീണ്ടും അവനോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ഇല്ല എന്നൊരൊറ്റ വാക്കേ പറയുന്നുള്ളൂ. പക്ഷേ ഈശോ പറയുന്നുണ്ട്, വലതുവശത്തേക്ക് നിങ്ങൾ വലയെറിയുക. നിറഞ്ഞ വഞ്ചിയും നിറഞ്ഞ വലയുമായി തിരിച്ചു കയറുന്ന പത്രോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം എപ്പോഴും സമൃദ്ധിയുടെ നിറവിലാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇനി എങ്ങനെ മുന്നോട്ട്? അവിടെയാണ് മുക്കുവൻ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മെ പഠിപ്പിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. കൃത്യമായിട്ടും പറയുന്നുണ്ട്, കാനായിലെ കല്യാണ വിരുന്നിൽ പറയുന്നുണ്ട്, അവൻ പറയുന്നത് ചെയ്യുക. ഇവിടെ ഒരു സാഹചര്യം ഇതാണ്. അവൻ പറയുന്നത് അതൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ നമ്മൾ അനുസരിക്കുന്നിടത്ത് നിറവിൻ്റെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ ഒരു നിമിഷത്തിലേക്ക് മനുഷ്യൻ്റെ ജീവിതം മാറിമറിയുകയാണ്. ആയതിനാൽ ഈ കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്രയേ ഉള്ളൂ, മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട്, മനസ്സിൻ്റെ സ്വരം മനസ്സിലാക്കിക്കൊണ്ട്, ജീവിത സാഹചര്യങ്ങളെ അടുത്തെറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാൻ, ടു ബി വിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ്റെ അരികിൽ ആയിരിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുക.